ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വിഷു ഒക്കെ നല്ല ഭംഗിയായിട്ട് സന്തോഷത്തോടെ സെലിബ്രേറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന വീഡിയോ കൂടുതലും ആൻറ്റി ഏജിങ്ങിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എബവ് 25 തന്നെ നമ്മളുടെ ശരീരം ഏജിങ്ങിന് വേണ്ടി പ്രിപ്പയർ ആകാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. ഹോർമോൺസിൻ്റെയൊക്കെ ഡിഫറൻസിയേഷൻ ഉണ്ടാകുക അല്ലാത്തവർക്ക് തന്നെ ഉണ്ട് കേട്ടോ, ചെറുപ്പത്തിലേക്ക് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ മുടി നരച്ചു പോകുന്ന ഒരു പ്രതിഭാസം നമ്മൾ കാണാറുണ്ട്. ചെറിയ വയസ്സുള്ളവർക്കും അല്ലെങ്കിൽ എബവ് 40 ഒക്കെ ഉള്ളവർക്ക് മുടി എങ്ങനെ കറുപ്പിക്കണം എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ? നിറയെ പേർക്കും അതുകൊണ്ട് ഫേസിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നു. ഹെയർ ഡൈ ഉപയോഗിക്കുന്നത് കൊണ്ട്, നീലാമരി ഉപയോഗിക്കുന്നതുകൊണ്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ പലതും മാറി മാറി ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫേസിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ മുടി ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് നിങ്ങൾക്ക് കറുപ്പിക്കാൻ പറ്റുന്നില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും മുടി നരച്ചവർക്കുള്ള ഒരു പ്രശ്നമാണിത്. പ്രത്യേകിച്ചും ഏജൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് മുടി ഒരുപാട് നരയ്ക്കാൻ തുടങ്ങുകയും നമ്മളുടെ നര എന്ത് ചെയ്യണം എന്നറിയാതെ, നമ്മൾക്ക് മുടി എങ്ങനെ ഭംഗിയായിട്ട് വെക്കണം എന്നറിയാതെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനൊക്കെ ഒരു എബോവ് 30 ഒക്കെ ആയപ്പോൾ തന്നെ ആൻറ്റി ഗ്രേ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഡെയിലി അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡെയിലി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഹെയർ ഓയിൽ ഞാൻ ഡെയിലി തന്നെ യൂസ് ചെയ്യാറുണ്ട്. ഡെയിലി തല കുളിക്കുന്ന സമയത്ത് ഹെയർ ഓയിൽ വെച്ച് തന്നെയാണ് ഞാൻ. ജഡാമഞ്ചി ഓയിലാണ് നമ്മുടെ സ്റ്റോറിൽ ലഭ്യമാണ്. പിന്നെ ഞാൻ കുറേ നാൾ മുന്നേ വരെ ഉപയോഗിച്ചിരുന്നത് ആംല ഹെയർ ഓയിലാണ്. നമ്മുടെ നെല്ലിക്ക കൊണ്ടും പശുവിൻ്റെ പാല് കൊണ്ടും ഉണ്ടാക്കിയ ഓയിലാണ്. അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യാൻ പോവുകയാണ്, ജഡാമഞ്ചി ഓയിൽ ഉപയോഗിക്കാൻ പോവാണ്. രണ്ടും തന്നെ ഒരേപോലെ മുടി വളരുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുടി നരയ്ക്കാതെ എങ്ങനെ നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ്. മുടി നരയ്ക്കാതിരിക്കാനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഏജ് ആകും എന്നത് സത്യമെന്നതുപോലെ നമ്മുടെ മുടി നരയ്ക്കുമെന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നാച്ചുറൽ ഹെയർ ആണെങ്കിൽ, ഇനിയും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഹെയർ ആണെങ്കിൽ ഒരിക്കലും നരയ്ക്കില്ല കേട്ടോ. സോ ഞാൻ പറയുന്നത് നാച്ചുറൽ ഹെയർ ആണ്. നമ്മൾക്ക് ബൈ ബർത്തിൽ നമുക്കുള്ള ഹെയർ നരയ്ക്കും നമ്മൾക്ക് ഏജ് ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല വയസ്സിൽ തന്നെ നമ്മളുടെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി, നമ്മളുടെ കുറേ കാര്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് മുടി നരയ്ക്കും. അപ്പോൾ അങ്ങനെ നാച്ചുറലായിട്ട് നരയ്ക്കുന്ന മുടിക്കൊരു പരിഹാരം, ഓക്കെ, മുടി നരയ്ക്കാതിരിക്കാനല്ല, നരച്ച മുടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, അധികം ഹെയർ ഡൈയും ഒന്നും ഉപയോഗിക്കാതെ, ഹെയർ കളറും ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന വീഡിയോയിൽ കൂടെ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റോറിൽ ഓൾറെഡി ഒരു പഞ്ചരത്നം എന്ന് പറയുന്ന ആൻറ്റി ഗ്രേ ഹെയർ ഓയിലുണ്ട്. ഇപ്പം നമ്മൾ വേറൊരു ആൻറ്റി ഗ്രേ ഹെയർ ഓയിൽ കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം. പണ്ട് കാലം മുതൽ തന്നെ നരച്ച മുടിയെ കറുപ്പിക്കാനും പ്രിമച്ചർ ഗ്രേയിങ്ങിനെ തടയാനും ഹെയർ ഗ്രോത്ത് കൂട്ടാനും സ്കാൽപ്പിന്റെ ഹെൽത്തിനെ കൂട്ടാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഇലയാണിത്. ഇതിന്റെ പേര് കരിനൊച്ചി എന്നാണ്. ഇത് നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളുടെ ഹെയർ ഫോൾ കൺട്രോൾ ആകുകയും നമ്മൾക്ക് തലവേദന ഉണ്ടെങ്കിൽ, നീരിറക്കമുണ്ടെങ്കിൽ അതിനെയൊക്കെ തടയാനും ഇത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുപ്പമേനി എന്ന് പറയുന്ന ഈ ചെടിയുടെ ഇലയാണ്. ഇതും നമ്മളുടെ മുടി നരയ്ക്കുന്നതിനെ തടയാനും പ്രിമച്ചർ ഗ്രേയിങ്ങിനെ തടയാനും ഹെയർ ഗ്രോത്തിനെ കൂട്ടാനും നമ്മളുടെ സ്കാൽപ്പിനെ ഹെൽത്തി ആയിട്ട് വെക്കാനും ഡാൻഡ്രഫിനെ തടയാനും ഒക്കെ സഹായിക്കുന്നതാണ്. കുപ്പമേനി സ്കിൻ കെയറിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുപ്പമേനി കൊണ്ടുള്ള സോപ്പ് നമ്മളുടെ സ്കിൻ ഫെയർ ആവാനും ബ്രൈറ്റ് ആവാനും ഒക്കെ വളരെ നല്ലത് തന്നെയാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ്. മുടിക്ക് ബ്ലാക്ക് കളർ തരാൻ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് വെച്ചുള്ള എണ്ണ നമ്മൾക്ക് ജലദോഷം വരാതിരിക്കാനും സൈനസിനെ തടയാനും തലവേദനയ്ക്കൊക്കെ വളരെ നല്ലതാണ്. ഇന്ന് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മളുടെ മുടിയുടെ നര മാറ്റി കറുപ്പ് കളർ വരാനാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഈ എണ്ണ ഉപയോഗിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് പേരയുടെ ഇലയാണ്. ഇതും നമ്മൾ മുടി ഹെൽത്തിനെ ഇൻക്രീസ് ആക്കാനും പ്രിമച്ചർ ഗ്രേയിങ്ങിനെ തടയാനും നമ്മൾക്ക് വയസ്സായിട്ടുള്ള നരച്ച മുടിയെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വിറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മൾക്ക് ഹെയർ ഗ്രോത്തിനെ കൂടുന്നതാണ്. അതുപോലെ തന്നെയാണ് കറിവേപ്പിലയും. നമ്മളുടെ മുടി പെട്ടെന്ന് നരയ്ക്കാതിരിക്കാൻ ഏറ്റവും നല്ല ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കറിവേപ്പില. നമ്മൾക്ക് ഈ ഇലകൾ എല്ലാം തന്നെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് നമ്മൾക്ക് അതിൽ നിന്നുള്ള വിറ്റമിൻസും മിനറൽസും ഫുള്ളും നമ്മൾക്ക് കിട്ടുക. ഒരുപാട് ഇട്ട് തിളപ്പിച്ച്
കഴിഞ്ഞാൽ അതിലുള്ള വിറ്റമിൻസും മിനറൽസും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പോകാൻ സാധ്യത പോവും. നമ്മളിലേക്ക് എടുക്കുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. ഇത് നമ്മൾ കോൾഡ് പ്രസ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഈ ഇലകൾ എല്ലാം തന്നെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് ഒഴിക്കുന്നത്. 300 മില്ലിയാണ് നമ്മളിപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അനുസരിച്ചുള്ള ഇലയാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്, എല്ലാം കൂടെ ചേർത്ത് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ഒരു 70 to 80 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് നന്നായിട്ട് ഫസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാം. എന്നിട്ടൊരു 5 മിനിറ്റ് നല്ല ഫുൾ ഫ്ലെയിമിൽ ഒന്ന് ബോയിൽ ചെയ്തിട്ട് അവിടെ വെച്ച് തന്നെ ഒന്ന് ആറാൻ വെച്ചിട്ട് ആ ചൂടിൽ തന്നെ ഒന്ന് ഇൻഫ്യൂസ് ആകാൻ വെക്കണം. അപ്പോഴേക്കും അതിലുള്ള എസൻസ് ഫുൾ ആ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ചെറിയ ചൂടാകുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്നും എടുത്തു മാറ്റി ഒരു സ്ഥലത്ത് ആറാൻ വെക്കാവുന്നതാണ്. നന്നായിട്ട് ആറി കഴിഞ്ഞ് നമ്മൾക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാവുന്നതാണ്. കുറെ നരച്ച മുടിയുള്ളവർക്ക് നരച്ച മുടി മാറാനായിട്ട് ഇത് ദിവസവും തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും നമ്മൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് അതിന്റെ യൂസ് കിട്ടുക, നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടുക. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ഉപയോഗിക്കുക വളരെ നല്ലതാണ്. മുടി വളരാനും മുടി കറുക്കാനും ഒക്കെ നല്ലതാണ്. ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഒരിക്കലും എണ്ണ ഈർപ്പമുള്ള ബോട്ടിലോ ഈർപ്പമുള്ള സർവീസിലോ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടു ഇഷ്ടമായോ? ഈസി ആയിട്ട് നിങ്ങളുടെ തൊടികളിലും വീട്ടിലും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പറമ്പിലും ഒക്കെ ഉണ്ടാകുന്ന കുറേ സാധനങ്ങളാണ്. കുപ്പമേനി എന്ന് പറയുന്ന അതിന് മലയാളത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാം അതിന് മലയാളം നെയിം എന്താണെന്നുള്ളത്. ഓരോന്നിൻ്റെയും നോക്കട്ടെ, പറ്റുമെങ്കിൽ മലയാളം നെയിം ഞാൻ കാണിക്കാം. പിന്നെ ഇത് നമ്മുടെ സ്റ്റോറിലേക്ക് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുമ്പോൾ അതിനകത്ത് ഹെയർ ഡ്രൈ ആകാതിരിക്കാനും, കാരണം ഹെർബൽസിൻ്റെ സാധനങ്ങൾ ചേർക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും ഹെയർ ഡ്രൈ ആകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഈ ഹെയർ ഓയിൽ നമ്മളുടെ നാച്ചുറൽ ഈ ഹെർബൽ ഹെയർ ഓയിലിൻ്റെ ഒക്കെ ഒരു ചെറിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതാണ്, ഹെയർ ഡ്രൈ ആകും. കാരണം മോയ്സ്ചർ കുറച്ച് തങ്ങി നിൽക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ലേഡീസ് ഫിംഗർ ഹെയർ കണ്ടീഷണറൊക്കെ നമ്മുടെ സ്റ്റോറിൽ നമ്മൾ ഉണ്ടാക്കി ലഭ്യമാണ് നിങ്ങൾക്കത്. സോ അതുപോലെ തന്നെ ഇത് നിങ്ങളിലേക്ക് ഈ ഒരു ആൻറ്റി ഗ്രേ ഹെയർ ഓയിൽ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും ഞാൻ അതിൽ മുടി സ്മൂത്ത് ആകാനും കൂടെയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സ്മൂത്ത് ആകാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കെമിക്കൽ ഫ്രീ ആണ് എല്ലാം തന്നെ. നമ്മളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സാധനം, അങ്ങനെ ഒരു സാധനം നമ്മളുടെ ലൈഫിൽ ഇല്ല കേട്ടോ. സോ അതാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ചിലപ്പോൾ ഞാൻ ഇമ്പോർട്ട് ചെയ്ത എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. അത് ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്നില്ല, കാരണം 2-3 വീഡിയോയുടെ അടിയിൽ ഞാൻ കംപ്ലൈൻറ്റ് കണ്ടു. കേൾക്കാത്ത കാര്യങ്ങളാണ്, കാണാത്ത കാര്യങ്ങൾ. പക്ഷേ എന്ന് വെച്ച് ഇങ്ങനെ തുടർന്ന് പോകാൻ എനിക്ക് പറ്റില്ല. കാരണം നമ്മൾക്ക് നല്ലതെന്ന് തോന്നുന്ന, നിങ്ങളുടെ സ്കിന്നിന് വളരെ ആവശ്യമാണ്, നിങ്ങളുടെ സ്കിന്നിന് വളരെ പ്രയോജനപ്പെടും എന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഹെയറിന് പ്രയോജനപ്പെടും എന്ന് തോന്നുന്ന ഇൻഗ്രീഡിയൻസും വീഡിയോസും ഉറപ്പായിട്ടും ഞാൻ കാണിക്കുന്നതായിരിക്കും, ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും, ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ചുമ്മാ ഒരു ഷോയ്ക്ക് കുറച്ച് വീഡിയോ, വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് വീഡിയോ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്കതുകൊണ്ട് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്ന് എനിക്ക് ഞാൻ ഭയങ്കര കൺസിഡറേഷൻ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് യൂസ് ആവണം, ഉപയോഗിച്ചാൽ അതിന് യൂസ് ഉണ്ടാവണം. അല്ലാതെ ചുമ്മാ ഒരു വീഡിയോയുടെ ഇതിന് വേണ്ടി ഞാൻ വീഡിയോ എടുത്തു, കുറച്ച് ഹോം റെമഡീസ് കാണിച്ചു, ഈസി അവൈലബിൾ ആണ്, കുറച്ച് നിങ്ങൾ അത് തേക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലാതെ തന്നെ നമ്മൾക്കൊരു ചെറിയ ഫേസ് പാക്ക് ഇട്ടൊന്ന് വാഷ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫേസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഒരു ഗ്ലോ കിട്ടുകയും ചെയ്യും, ഗ്ലോ കാണുകയും ചെയ്യും. അതാണ് ഗ്ലോ കിട്ടുകയില്ല, ഗ്ലോ കാണുകയും ചെയ്യും. സോ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നിരന്തരമായിട്ടൊരു ഗ്ലോ കിട്ടാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും നിങ്ങളുടെ ഗ്രേ ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെയുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അല്ലാതെ ചുമ്മാ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് ഈസി അവൈലബിൾ ആണ്, ഓക്കെ നമ്മൾക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇന്നും കൂടെ നിങ്ങൾക്ക് ഈസി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓയിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്കിതൊക്കെ എന്നെക്കാളും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പേരയുടെ ഇലയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇവിടെ എനിക്കത് കിട്ടാൻ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോകേണ്ടി വരും. അങ്ങനെയാണ് നമ്മളുടെ വീടിൻ്റെ അടുത്ത് നമ്മളൊരു ലിവിങ് ഇൻ ആൻ അപ്പാർട്ട്മെൻറ്റ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾക്ക് നമ്മുടെ സ്കിന്നിൻ്റെ യൂണിറ്റിൻ്റെ അടുത്തൊക്കെ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ
വീഡിയോയിൽ കാണുന്നത് പോലെ ആൻറ്റി ഗ്രേ ഹെയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കൂ. ആഴ്ചയിൽ 2-3 പ്രാവശ്യം അത് തേച്ച് കുളിച്ച് നോക്കൂ. അപ്പോൾ നീരിറക്കം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉണ്ടാകില്ല. നിങ്ങൾക്ക് കുറച്ച് പെപ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്തായിരിക്കും നിങ്ങളിലേക്ക് ഇത് പ്രോഡക്റ്റായിട്ട് എത്തിക്കുക. നീർവീഴ്ച വരാതിരിക്കാനും ജലദോഷം വരാതിരിക്കാനും തലവേദന ഉണ്ടാകാതിരിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മളുടെ ഇതിൽ ലഭ്യമാണ്. വെബ്സൈറ്റിലോട്ട് അപ്ലോഡ് ആകാൻ കുറച്ച് സമയം പിടിക്കും. കാരണം നമ്മൾ വെബ്സൈറ്റ് വേറൊരാളുടെ കയ്യിൽ കൊടുത്താണ് ചെയ്യിപ്പിക്കുന്നത്. അവർ ഫ്രീ ആകുന്ന സമയം നോക്കി അവരുടെ അത് നോക്കിയൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പല പ്രോഡക്റ്റിനും വെബ്സൈറ്റിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം പിടിക്കും. കാരണം എനിക്കത് നോക്കിയിരുന്ന് ചെയ്യാനുള്ള എനിക്കോ എൻ്റെ സ്റ്റാഫിനോ സമയം കിട്ടാറില്ല. ഓർഡർ എടുക്കാനും പ്ലേസ് ചെയ്യാനും ഡെലിവറി ചെയ്യാനും ഒക്കെയാണ് അവർക്ക് സമയം. എനിക്ക് അല്ലാതെ കുറേ ബിസി. നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായി. ഞാൻ എന്നും ഓർക്കും ഇന്നിടണം പറ്റാറില്ല. ഓക്കെ, ഇടണമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. എനിക്ക് ആഗ്രഹവുമുണ്ട്, എത്രയും സബ്സ്ക്രൈബർ വേണം, നമ്മളുടെ ഫാമിലി ഒരു വലുതാവണം, എനിക്കും കുറേ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടാവണം, സ്നേഹം കിട്ടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എല്ലാം നിങ്ങളോട് ചെയ്യുന്നത് വളരെ സ്നേഹത്തോടെയാണ്. അത് നിങ്ങൾ അതേപോലെ തന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങളിൽ ഒരാളായിട്ട് എന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണണം വരെ ടേക്ക് കെയർ.